ബേപ്പൂർ പുലിമുട്ടിലെ പ്രകൃതിസുന്ദരമായ കാഴ്ചകളാണ് കാണുന്നത്. കോഴിക്കോട് ബേപ്പൂർ പോർട്ട്, ബേപ്പൂർ കടലിലൂടെയുള്ള ബോട്ട് യാത്രയാണ് കാണുന്നത്. ഞങ്ങൾ ബോട്ടിൽ കയറി കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. ഞാനും അപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി പോയതാണ്. ബേപ്പൂർ പുലിമുട്ട് കാണണമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ പോയപ്പോൾ ഉച്ചയായിപ്പോയി. നട്ടുച്ച സമയം. അന്നപ്പോൾ പിന്നെ വിചാരിച്ച് ബോട്ടിൽ കയറാമെന്ന്. ബോട്ടിൽ ആളെത്രയോ കുറവായിരുന്നു. അന്നപ്പോൾ ഞങ്ങൾ കുറേ ദൂരത്തോളം പോയിട്ടോ. ബോട്ടിൽ കടലിൻ്റെ കുറേ ദൂരത്തോളം പോയി. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കണ്ടത്. നല്ല പ്രകൃതി രമണീയമായ നല്ല കാലാവസ്ഥയും നല്ല കാഴ്ചകളും പോയി കണ്ടാൽ തന്നെ മനസ്സിലാവും. കുറേ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കണ്ടു. പിന്നെ ബോട്ടിലെ സ്രാങ്കിൻ്റെ ഡ്രൈവറെ അടുത്തുനിന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി. അങ്ങനെ കുറച്ച് ആളായിരുന്നു, 5-8 ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. കണ്ടില്ലേ? സെക്യൂരിറ്റി ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതൊക്കെ ഉള്ള മുങ്ങിപ്പോയാലൊക്കെ ഉള്ള രക്ഷപ്പെടാനുള്ള എല്ലാ സെക്യൂരിറ്റി ഉപകരണങ്ങളും ഉണ്ട്. നല്ല കാഴ്ചകളാണ്, കണ്ടില്ലേ? നല്ല കാഴ്ചകളാണ്, പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ. കുറേ ബോട്ടുകളുണ്ട്. ഫിഷിംഗ് ബോട്ടുകൾ. ഇവിടെ കടലിൽ കപ്പൽച്ചാലാണ്. കപ്പൽ പോണ വഴിയാണിത്. ഇപ്പം കപ്പലില്ല. ഈ ലക്ഷദ്വീപിലേക്കൊക്കെ ബേപ്പൂരിൽ നിന്ന് കപ്പൽ സർവീസ് ഉണ്ട്. ലക്ഷദ്വീപിലെ കപ്പലാണ്. എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ്. കണ്ടില്ലേ? ഒരു ബോട്ടതാ പോണം. എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ്. എല്ലാവർക്കും ഉണ്ട് ജാക്കറ്റ്. എല്ലാവർക്കും സേഫായിട്ടാണ് പോണത്. 100 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്. സ്പീഡ് ബോട്ടുണ്ട്. സ്പീഡ് ബോട്ടിൽ 2 ആൾക്കേ കയറാൻ പറ്റുള്ളൂ. ഒരാളൊക്കെ കയറാൻ പറ്റുള്ളൂ. സ്പീഡ് ബോട്ട് കണ്ടേ? നല്ല സുന്ദരമായ കാഴ്ചകളാണ്. ഇവിടെയാണ് പുലിമുട്ട്. ബേപ്പൂർ പുലിമുട്ടിലെ പീടികകളാണ് കാണുന്നത്. പെട്ടിപ്പീടികകളൊക്കെ. പുലിമുട്ട് വേറൊരു ബോട്ട് അത് വരുന്ന 2 ബോട്ട് ഒക്കെ ഫിഷിംഗ് ബോട്ടുകളാണ്. ഫിഷിംഗ് ബോട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ പോയാൽ ഒരു ദിവസം പോയാൽ പിന്നെ ഒരാഴ്ച 1 മാസം കഴിഞ്ഞിട്ടൊക്കെ അവർ വരുള്ളൂ. മത്സ്യം പിടിക്കുന്ന മീൻപിടുത്തക്കാരെ 1 മാസത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കരുതിയിട്ടാണ് അവർ പോവുക. അരി, പച്ചക്കറി സാധനങ്ങൾ, വെള്ളം എല്ലാം കരുതിയിട്ടാണ് അവർ മത്സ്യബന്ധനത്തിന് പോവുക. അവിടെ എല്ലാം സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. ബോട്ടിലെല്ലാം സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അല്ലേ? പ്രകൃതി സുന്ദരമായ കാഴ്ചകളാണ്. എമർജൻസി റെസ്ക്യൂവിനുള്ള സൗകര്യങ്ങളുണ്ട് ബേപ്പൂർ. ബോട്ട് മുങ്ങുകയാണെങ്കിൽ എമർജൻസി ആയിട്ട് കരയ്ക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ കുറേ ദൂരം അങ്ങനെ പോയി.
ഇവർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. തമിഴാണ് സംസാരിക്കുന്നവർ. തമിഴ്നാട്ടിൽ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ വിദേശികളൊക്കെ ഇഷ്ടംപോലെ വരും ഇവിടെ ബേപ്പൂർ കാണാൻ വിദേശികൾ ഇഷ്ടംപോലെ വരും. അത്രയും മനോഹരമായ സ്ഥലമാണ് ബേപ്പൂർ പോർട്ട്.